നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ നാൾ മുതൽ തുടങ്ങിയതാണ് ഈ താരിഫ് യുദ്ധം. അതായത് ജനുവരിയിൽ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ട്രംപ് ഇത്തരം ഇറക്കുമതി നികുതികളുടെ ഒരു പരമ്പര തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മറ്റു പലതിനെയും ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ താരിഫ് യുദ്ധത്തിൽ ട്രംപിന്റെ വേല കയ്യിലിരിക്കട്ടെ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ചൈന. ട്രംപിന്റെ തീരുവ ഭീഷണികൾ തിരിച്ചടിക്കുകയാണ് ചൈന. നിങ്ങൾക്ക് ആകാമെങ്കിൽ ഞങ്ങൾക്കും ആയിക്കൂടെ എന്നാണ് ചൈന ചോദിക്കുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്നും സൈനിക ഉപകരണങ്ങൾ വാങ്ങിച്ചതിനെ വിമർശിച്ചിരുന്ന ട്രംപ് ഉക്രൈൻ പ്രതിസന്ധിക്ക് റഷ്യയ്ക്ക് സഹായം നൽകുന്നതിൽ ചൈനയ്ക്കൊപ്പം ഇന്ത്യയും വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ആരോപിച്ചിരുന്നു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 500% വരെ തീരുവ ചുമത്തുമെന്നും ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചതിന് പിന്നാലെ അമേരിക്കയ്ക്കെതിരെ ശക്തമായ പ്രതികരണവുമായാണ് ചൈന രംഗത്തെത്തിയത്. അമേരിക്കൻ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിച്ച ചൈന റഷ്യയുമായി ഇപ്പോഴും വ്യാപാരം നടത്തുന്നത് അമേരിക്കയാണെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തീരുവകളും വ്യാപാര നയങ്ങളും സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത്. ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിലും റഷ്യയ്ക്ക് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യകൾ വിൽക്കുന്നതിലും അമേരിക്ക ചൈനയോട് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഉക്രൈനിലേക്കുള്ള ആയുധ വിതരണ വിഷയത്തിൽ UN സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ അമേരിക്കൻ പ്രതിനിധി ചൈനയ്ക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ചൈനയുടെ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധി യങ് ഷുവാങ് നിഷേധിച്ചിരുന്നു. ഉക്രൈൻ പ്രതിസന്ധിക്ക് കാരണം ചൈനയല്ല, സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കക്ഷിക്കും ചൈന മാരകായുധങ്ങൾ നൽകിയിട്ടില്ലെന്നും ചൈന വ്യക്തമാക്കി. ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കയറ്റുമതിയും ചൈന കർശനമായി തന്നെ നിയന്ത്രിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് റഷ്യയുമായും ഉക്രൈനുമായും ചൈന സാധാരണ വ്യാപാര ബന്ധം തുടരുന്നുവെന്നും തങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കരുതെന്നുമാണ് ചൈന പറയുന്നത്. ചൈന അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെ ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്ക ഇന്നും റഷ്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നുണ്ട്. മറ്റുള്ളവർക്ക് അത് ചെയ്യാൻ പാടില്ലെങ്കിൽ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് അത് സ്വീകാര്യമാകുന്നു എന്നാണ് ചൈന ചോദിക്കുന്നത്. ഉക്രൈൻ പ്രതിസന്ധിക്ക് രാഷ്ട്രീയ പരിഹാരം കാണാൻ ശ്രമിക്കുന്നതിന് പകരം ചൈനയെ സമ്മർദ്ദത്തിലാക്കുവാനും അപമാനിക്കുവാനുമുള്ള ശ്രമങ്ങൾ അമേരിക്ക അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തലിനും സമാധാനപരമായ ചർച്ചകൾക്കും അമേരിക്ക ക്രിയാത്മകമായി സംഭാവന നൽകണമെന്നും ചൈന പറയുന്നു. ലോകത്തിലെ 2 പ്രധാന സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ഈ വ്യാപാര യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഭയപ്പെടുന്നത്. പരസ്പരമുള്ള ആരോപണങ്ങളും ഭീഷണികളും ഈ തർക്കത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച